ചെടിച്ചട്ടിയിൽ നട്ട പാവൽ ചെടി ഞാൻ വടക്കേ വശത്തെ മതിലിലേക്കാണ് പടർത്തിയിരുന്നത്. അപ്പോൾ പാവലിൻ്റെ ഒരു ശിഖരത്തിന് തോന്നി അത് പോരാ, അടുത്തുള്ള ആപ്പിൾ ചെടിയിലേക്കും കൂടെ പടരാം. അതാണിപ്പോൾ നമ്മൾ കണ്ടത്. ഈ വലിയ ഇലകളുള്ള ചെടി ആപ്പിളിൻ്റെ ചെടിയാണ്. അപ്പോൾ അതിന് കുറേ ശിഖരങ്ങളുണ്ട്. അപ്പോൾ പാവൽ ചെടി അതിനടുത്തുള്ളൊരു ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കണേ. ഒരു കമ്പ് വെച്ചിട്ട് അടുത്തുള്ള മതിലിലേക്ക് പടർത്തിയിട്ടുണ്ട്. അതാണ് ഇങ്ങനെ മതിലിങ്ങനെ പടർന്ന് കയറുന്ന കാണാം. പിന്നെ മതിലിൻ്റെ രണ്ട് സൈഡിലേക്ക് ഞാൻ ചെറിയ ചെറിയ വള്ളികളൊക്കെ കെട്ടി വെച്ച് അവിടെ ഒരു പൈപ്പൊക്കെ ഉണ്ട്. വേറൊരു പൈപ്പ് എക്സ്ട്രാ ആയിട്ട് ഫിറ്റ് ചെയ്തു ഞാൻ. അത് വയറിങ് പൈപ്പാണ്. അപ്പോൾ അതിലൊക്കെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൂടാതെയാണ് നേരത്തെ കണ്ട പാവലിൻ്റെ ഒരു ശിഖരത്തിൻ്റെ എക്സ്ട്രാ പടരൽ. അത് ഞാൻ പടർത്തിയതല്ല, അതങ്ങനെയാണല്ലോ ചെടികൾ. പടരുന്ന ചെടികളൊക്കെ അടുത്ത് പടരാൻ പറ്റുന്ന വല്ല വസ്തുക്കളുണ്ടെങ്കിൽ അതിലേക്കൊക്കെ കയറി പടരും. പിന്നെ വീട്ടിൽ നമ്മൾ വളർത്തുന്നതാകുമ്പോൾ നമ്മൾ സാധാരണ അത് മാറ്റി കൊടുക്കുക ചെയ്യുക. ഒരു സൈഡിലേക്ക് പടരുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ വേറെ സൈഡിലേക്ക് പടർത്തും. ഇവിടെ ഇപ്പം ഞാൻ മാറ്റി പടർത്താൻ നിന്നിട്ടില്ല. കാരണം ഇപ്പോൾ ഈ ആപ്പിൾ ചെടി ഏത് കാലത്ത് കായ്ക്കോ ഇല്ലേ എന്നുള്ളത് തന്നെ അറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ. പാവലിന് പടരാനാണെങ്കിൽ ആ വകയിൽ കുറച്ച് പാവയ്ക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതെങ്കിലും ഒരു ഗുണമാവട്ടെ എന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിച്ചത്. പാവൽ പടരുന്നതിൻ്റെ മുമ്പ് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് എടുത്ത ആപ്പിൾ ചെടിയുടെ ഒരു വീഡിയോ ക്ലിപ്പാണിത്. അപ്പോൾ ആപ്പിൾ ചെടി ഇതിനെക്കാട്ട് കുറച്ചുകൂടെ വളർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ കാണാം കുറേ ശിഖരങ്ങൾ പല സൈഡിലേക്കും പോകുന്നത്.